വീര, ശക്തി നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവളാണ്. ചന്ദ്രു അവളെക്കുറിച്ചൊന്ന് പറയാൻ ശ്രമിച്ചു. മതി ചന്ദ്രു, എനിക്കൊന്നും കേൾക്കേണ്ട. അവൾ തെറ്റ് ചെയ്തില്ലെന്ന് നിനക്കുറപ്പിച്ച് പറയാൻ കഴിയുമോ? ശക്തി അവൾ അവൾ അങ്ങനെ ഒരാളാണോ? എന്താ ചന്ദ്രുവേട്ടന് സംശയം? ഏട്ടനെ എളുപ്പത്തിൽ സ്വന്തമാക്കാൻ അവർ ചെയ്ത ചീപ്പ് കളിയല്ലെന്ന് പറയാൻ തെളിവ് വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഔട്ട് ഹൗസിൽ കഴിയേണ്ടവർ എങ്ങനെ ഈ വീടിനുള്ളിലെത്തി? അവിടേക്ക് വന്ന ജിനു വീണ്ടും വീരനുള്ളിൽ കനലുകൾ കോരിയിട്ടു. ജിനുവിൻ്റെ സംസാരം ചന്ദ്രുവിന് തീരെ ഇഷ്ടമായില്ല. കൂട്ടത്തിൽ നടന്നുകൊണ്ട് കാലിൽ ചവിട്ടുന്നവനാണ് ജിനുവെന്ന് ചന്ദ്രുവിനറിയാം. പക്ഷേ വീരന് ജിനു പാവമാണ്. അച്ഛനെയും അമ്മയും അനുസരിക്കുന്ന പാവമനിയൻ. ഞാൻ കാരണം നിനക്കവളെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം വന്നു അല്ലേ ജിനു? വീരൻ അതീവ ദുഃഖത്തോടെ കുറ്റബോധത്തോടെ ചോദിച്ചു. അതെ, ഏട്ടൻ കാരണം ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ വിവാഹം നടക്കാൻ പോകുക. അവനും കപട മുഖമണിഞ്ഞു. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് തീർത്തു പറഞ്ഞുകൂടെ ജിനു? വീരന് ശക്തിയും തമ്മിലുള്ളതുപോലെയല്ലല്ലോ നിന്റെയും ലക്ഷ്മിയുടെയും കാര്യം. നീ പിന്മാറിയാൽ ആരും എതിർക്കില്ലല്ലോ. ജിനു പല്ല് കടിച്ചുകൊണ്ട് ചിരിച്ചെന്ന് വരുത്തി. അവൻ മനസ്സിൽ പ്രാകുന്നത് ചന്ദ്രുവിനും മനസ്സിലായി. നീയും കൂടി ഇവന് വേണ്ടി സംസാരിക്കണം വീര. ഇഷ്ടമില്ലാതെ ഒരാളെ ജിനു കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നത് നീ മൂലമല്ലേ? അതുകൊണ്ട് നീ തന്നെ സംസാരിക്കേ. അത് ഞാൻ അച്ചമ്മയ്ക്ക് വാക്ക് കൊടുത്തു പോയി. ജിനുവിൽ നിറഞ്ഞ വെപ്രാളത്തെ ചന്ദ്രു പ്രത്യേകം ശ്രദ്ധിച്ചു. ഏട്ടാ, എല്ലാവരെയും അനുസരിച്ചു മാത്രമേ എനിക്ക് ശീലമുള്ളൂ. ഏട്ടനൊരു ഒറ്റക്കൊമ്പനെ പോലെയാണ്. അത്രയും ചങ്കുറുപ്പ് എനിക്കില്ല. ഞാൻ അച്ചമ്മയ്ക്ക് വാക്ക് നൽകി. ഇനി പിന്മാറാൻ കഴിയില്ല. ഏട്ടൻ ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് കരുതിയാണ് ഞാൻ സംസാരിച്ചത്. അല്ലെങ്കിലും മനഃപൂർവ്വം ചതിച്ച ഒരുത്തിയെ എങ്ങനെ കല്യാണം കഴിക്കാനാണ്? അഴേ അവരുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ആർക്കും അവരെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. ഏട്ടൻ ഒന്നുകൂടി ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ വന്ന് ഏട്ടനോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തുവെങ്കിൽ ഏട്ടൻ മനസ്സിലാക്കിയ പോലെ ഒരു സ്ത്രീയെ ആവില്ല അവർ. എൻ്റെ ഏട്ടൻ്റെ ജീവിതം ഒന്നുമല്ലാതെയായി പോകരുത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ജിനു കരയുന്നത് പോലെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. ഒപ്പം ചന്ദ്രുവിനെ നോക്കി പരിഹാസത്തോടെ കണ്ണിറുക്കി. ചന്ദ്രു ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി. എന്തു പറഞ്ഞാലും ജിനുവിനെ വീരൻ അവിശ്വസിക്കില്ലെന്ന് ഉറപ്പായതിനാൽ അവനൊന്നും പറയാൻ നിന്നില്ല. എന്തായടാ, നിന്റെ ഏട്ടന്റെ നെഞ്ചിൽ പടക്കം പൊട്ടിച്ചോ? അല്ലു കാത്തു നിന്നതുപോലെ ചോദിച്ചപ്പോൾ ജിനു മൂളി. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഈ കൂട്ടുകാരെന്ന് പറയുന്ന നാറികൾ അങ്ങേരെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയും. പിന്നെ അറിയാലോ, ഈ പാലാഴി വീട്ടിൽ എനിക്കും നിനക്കുമൊക്കെ പുഴുവിന്റെ സ്ഥാനം മാത്രമേ ഉണ്ടാകൂ. പലതും മനസ്സിൽ കണക്ക് കൂട്ടി ജിനു പറഞ്ഞു. എനിക്കറിയാമെടാ, ഞാനില്ലേ, നീ പേടിക്കേണ്ട. അവൻ താലി കെട്ടട്ടെ. പക്ഷേ അവൾ ആരുടെ കൂടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. വല്ലത് നടക്കുവോടാ? നിനക്കെന്നെ വിശ്വാസമില്ലേ ജിനു? അതല്ലടാ, ഈ പെണ്ണും അത്ര പാവമൊന്നുമല്ല. അതൊക്കെ എനിക്കും അറിയാം. ഞാൻ അവളുടെ വീട്ടുകാരെ ആരെങ്കിലും പൊക്കി അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കട്ടെ. അതിനുശേഷം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നീ മുറിയിലേക്ക് പൊയ്ക്കോ. ജിനു അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവനെ തിരക്കി വന്ന ഭദ്രയെയാണ്. അവർ അവനകത്ത് കയറിയ പാടെ കതകടച്ചു. എന്താ അമ്മേ, എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാണ് ജിനു? നീ എങ്കിലും ഞാൻ പറയുന്നതെന്ന് കേൾക്കണം മക്കളെ. അവന്റെ ജീവിതമോ നശിച്ചു, നിന്റേതു കൂടി നശിപ്പിക്കരുത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നിന്റെ ഭാര്യയെ ലച്ചു വേണ്ട മോനെ. അത് ശരിയാവില്ല. നീ ഒരു പാവമാണ്. നിന്നെ പറ്റിച്ചു കളയും. നോക്ക്, നിനക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ ഭവിയുണ്ടല്ലോ. ഏത്, മാമന്റെ മകൾ ഭവികയോ? അതേ മോനെ, ഈ വീട്ടിലെ മരുമകളായി അവളെ നിനക്ക് സ്വീകരിച്ചുകൂടെ? ഈ ജന്മം മുഴുവൻ ജനക് പ്രസേനന് പെണ്ണ് കിട്ടാതെ പോയാലും അവളെ കെട്ടില്ല ഞാൻ. അടങ്ങാത്ത പകയോടെ പറയുന്നവനെ അവർ പകച്ചു നോക്കി. എന്താ മോനെ, നിനക്കെന്തിനാ ഇത്രയും ദേഷ്യം? ദേഷ്യമോ? ഒരിക്കൽ അവളോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോൾ എന്നെ അപമാനിച്ചവളെ ഞാൻ സ്വീകരിക്കുമെന്ന് അമ്മ ഈ ജന്മം കരുതരുത്. അത് ചിലപ്പോൾ ഞാൻ വീരന് വേണ്ടി അവളെ ആലോചിച്ചത് കൊണ്ടാവില്ലേ മോനെ? അവളുടെ മനസ്സിൽ വീരൻ നിൽക്കുമ്പോൾ നീ അനിയന്റെ സ്ഥാനത്തല്ലേ? എന്നാലേ ഇനിയും അങ്ങനെ തന്നെ കണ്ടാൽ മതിയെന്ന് പറ. അമ്മയ്ക്ക് എന്തായാലും ഏട്ടന്റെ ഭാര്യയാകാൻ പോകുന്നവളെ ഇഷ്ടമല്ലല്ലോ. അമ്മ അവരെ പിരിച്ചിട്ട് ഭവിമോൾക്ക് കൊടുക്ക്. എന്നെ എൻ്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. അവൻ കൈകൂപ്പി. എടാ, ഒന്നുകൂടി ആലോചിക്കടാ. അമ്മേ, ആദ്യ കാഴ്ചയിൽ എൻ്റെ നെഞ്ചിൽ പതിഞ്ഞവളാണ് അഷ്ടലക്ഷ്മി. അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഏട്ടന് വേണ്ടി ആലോചിച്ചു. പക്ഷേ ദൈവം എൻ്റെ കൂടെയാണ്. കണ്ടില്ലേ, വൈകിയ വേളയിൽ അവൾ എന്നിലേക്ക് വന്നത്.
ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ അവളെ വിട്ടുകളയില്ല. ഇവരെ നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലേ? ഇനിയേലും എന്നെ എൻ്റെ വഴിക്ക് വിട്. ഏട്ടൻ നിങ്ങളെ ധിക്കരിക്കുന്നത് കൊണ്ട് അവിടേക്ക് വലിയ നിർബന്ധമൊന്നും കാണിക്കാറില്ലല്ലോ. എന്നോടും അങ്ങനെ തന്നെ മതി. ഇനി കരഞ്ഞു പിഴിഞ്ഞ് കാര്യം നേടാൻ നോക്കരുത്. അതോടെ ആ വഴിയും അടഞ്ഞ ടെൻഷനോടെ അവർ സഹോദരന്റെ അരികിലേക്ക് ചെന്നു. ലക്ഷ്മി ഇവിടുത്തെ മരുമകളായാൽ പിന്നെയും പ്രമീളയുടെ അധികാരം കൂടുമല്ലോ ഏട്ടാ. ഇതൊക്കെ ആദ്യം തന്നെ തടയണമായിരുന്നു. ജാതകത്തിന്റെ പേരിലെങ്കിലും നിനക്കെന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഇനിയിപ്പം മിണ്ടാതെ ഇരിക്കെ. സാവധാനം വേണ്ടതുപോലെ ചെയ്യാം. അയാൾ അവരെ ആശ്വസിപ്പിച്ചു. ജിനു പോലും എതിർത്താണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടെങ്കിലും എനിക്ക് ഭവിമോളെ കൊണ്ടുവരാമായിരുന്നു. ഭദ്ര ഭവികയോടുള്ള സ്നേഹം കൊണ്ട് പറയുമ്പോൾ ഭരതന്റെ മുഖത്ത് അവജ്ഞ നിറഞ്ഞിരുന്നു. ജിനുവും ഭവിയും ഒരിക്കലും ശരിയാവില്ല ഭദ്രേ. അവനൊരു ഒതുങ്ങിയ പ്രകൃതമല്ലേ. അവളുടെ മനസ്സിലാണെങ്കിൽ അനിയന്റെ സ്ഥാനവും. വീരനെ കല്യാണം കഴിച്ചില്ലെങ്കിലും ഭവി ഇതിന് നിന്നു തരില്ല. അല്ലെങ്കിലും വീരന്റെ തലയെടുപ്പിന് മുന്നിൽ അവനെന്താ സ്ഥാനം? അതിപ്പോ ഇവിടുത്തെ ചിട്ടകൾ വെച്ചാണെങ്കിൽ പോലും വീരൻ കഴിഞ്ഞല്ലേ അവൻ വരൂ. അങ്ങനെ എൻ്റെ മകൾ 2ാം സ്ഥാനത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. പാലാഴിയിൽ നിനക്ക് കിട്ടിയ സ്ഥാനവും ബഹുമാനവും എല്ലാം അല്പം കൂടുതൽ തന്നെ എൻ്റെ മകൾക്കും കിട്ടേണ്ടേ? വീരൻ ഒന്നിലും താല്പര്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ജിനു തന്നെയല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഭദ്ര മകന് വേണ്ടി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും തുടരാൻ സമ്മതിക്കാതെ അയാൾ തടഞ്ഞു. പിന്നീട് അയാൾ പറഞ്ഞ വാക്കുകളിൽ ഭദ്രയുടെ മുഖം താഴ്ന്നു. ഈ സമയം പ്രമീളയുടെ മുറിയിൽ പപ്പ വരില്ലേ അമ്മേ? എനിക്കറിയില്ല. അയാളുടെ ഭാര്യ വിട്ടാലല്ലേ വരൂ. വയസ്സാങ്കാലത്താണ് അങ്ങേർക്ക് ഹണിമൂൺ. പ്രമീള പല്ലി ഞെരിച്ചു. അലക്സ് പെൺവിഷയങ്ങളിൽ മുന്നിലാണ്. സാമാന്യം പേര് കേട്ട ക്രിസ്ത്യൻ കുടുംബമാണ് അലക്സിൻ്റേത്. അയാൾക്കായി നൽകിയതൊക്കെ ഓരോ ബിസിനസ് ചെയ്ത് നശിപ്പിച്ചിരുന്നു. പ്രമീള ക്രിസ്ത്യൻ മതം സ്വീകരിക്കാത്തതിനാൽ ആദ്യം മുതൽ തന്നെ അവിടെയുള്ളവർക്ക് കല്ലുകടിയായി. 2 മക്കളും കൂടി ജനിച്ചപ്പോൾ അവർ പതിയെ അവിടെ നിന്ന് മാറി താമസിച്ചു. അതിനു മുമ്പ് തന്നെ അലക്സ് കൈവിട്ടുപോയി. ടെക്സ്റ്റൈൽസ് നടത്തിയാണ് പ്രമീള മുന്നോട്ട് നീങ്ങുന്നതെങ്കിലും ജീവിതം ആർഭാടത്തോടെ തന്നെയാണ് പോകുന്നത്. അഷ്ടലക്ഷ്മിയുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അലക്സിന്റെ വീട്ടുകാരുമായി പൂർണ്ണമായും അകന്നു നിൽക്കുമ്പോഴാണ് പാലാഴിയിലേക്കുള്ള അവരുടെ പൂർണ്ണമായ തിരിച്ചുവരവ്. അതുവരെ സഹോദരൻ പ്രസേനൻ മാത്രമാണ് അവരോട് സഹകരിച്ചിരുന്നത്. അമ്മേ, ഇതെന്താ ആലോചിച്ച് നിൽക്കുക? ഒന്നുമില്ലടി. ഇനി നിന്റെ മിടുക്ക് പോലെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. വീരനാണ് പാലാഴിയിൽ കൂടുതൽ അധികാരം. പക്ഷേ നീ മന്ദബുദ്ധിത്തരം കാണിച്ചു. ഇനി വേഗത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്ക്. അങ്ങനെ വന്നാലും നിനക്ക് തന്നെയായിരിക്കും മുൻഗണന കിട്ടുക. പിന്നെ എനിക്കും വയ്യ. ഒരു കൊച്ചിനെ കൂടി ഉണ്ടാക്കാത്തതിൻ്റെ കേടാണ്. ലക്ഷ്മി പിറുപിറുത്തു. നീ വയ്യെന്ന് പറഞ്ഞിരുന്നു. അവനും മറ്റേ പെണ്ണും അടയും ചക്കരയുമാ. ഈ ആണുങ്ങൾക്ക് മുറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അറപ്പും പിണക്കവും ഉണ്ടാവില്ല. അവർ കാര്യം കാണും. അതുകൊണ്ട് 2ആളും പിണങ്ങിയെന്ന് കരുതി ഇരിക്കേണ്ട നീ. അവർക്കൊരു കൊച്ചു ജനിച്ചാൽ പിന്നെ നിന്റെ കൊച്ചിനും ജിനുവിൻ്റെ അതേ അവസ്ഥ തന്നെ വരും. അല്ലെങ്കിൽ തന്നെ അവനൊരു ഉറക്കം തൂങ്ങിയ. നീ എത്ര നാൾ അവൻ്റെ കൂടെ കഴിയുമെന്ന സംശയം മാത്രമേ എനിക്കുള്ളൂ. അയ്യോ, ഒന്ന് നിർത്തമ്മേ. അവളെ ഇവിടെ നിന്ന് ജിനു പുകച്ചു ചാടിച്ചോളും. ഏട്ടൻ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നടന്നാൽ കൊള്ളാം. പിന്നെ ഏട്ടത്തി, അവളെ വെറുപ്പിക്കരുത് നീ. ഭദ്ര അങ്ങനെ ഇരുന്നാലും ആളത്ര പാവമൊന്നുമല്ല. മറ്റവളോടുള്ള ഇഷ്ടക്കേട് നിന്നോടുള്ള ഇഷ്ടമാക്കി മാറ്റിയെടുക്കണം നീ. എന്നാൽ മാത്രമേ അധികാരം പൂർണ്ണമായും നിനക്ക് കിട്ടൂ. മറ്റവൾക്ക് ആഭരണങ്ങൾ എത്രയുണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഒന്നും കാണില്ല. എന്നാലും എല്ലാവരും കൂടി കൂടുമ്പോൾ കുറഞ്ഞു പോയെന്ന് കരുതി ഇവിടുത്തെ വല്ലതും അവൾക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. അവർ പുറത്തേക്കിറങ്ങി. ശക്തിയുടെ കാര്യത്തിന് വീട്ടുകാർ ഒത്തുചേർന്നത് കണ്ട് വിനീഷ് തൻ്റെ അമ്മയെ വിവരം അറിയിച്ചിരുന്നു. അവർ മുമ്പേ പുറപ്പെട്ടിരുന്നതിനാൽ അവൻ വിളിച്ച സമയത്താണ് പാലാഴിയിലെ ഗേറ്റിന് മുന്നിലെത്തിയത്. വിനീഷ് ശക്തിയുടെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ച അയാളുടെ പഴയ കാമുകി സിന്ധുവിൻ്റെ മകനാണ്. മറ്റൊരു മകനാണ് സനീഷ്. അവർ 2ആളും കൂടിയാണ് ആദ്യം പാലാഴിയിലേക്ക് വന്നതും ശക്തിയെ ഉപദ്രവിച്ചതും. ഈശേ, എന്താടാ കാര്യം? നീ എന്തിനാ എന്നോട് വേഗം വരാൻ പറഞ്ഞത്? സിന്ധു തിടുക്കത്തിൽ ചോദിച്ചു. എല്ലാവരും കൂടി അവളുടെ കല്യാണം നടത്താൻ പോകുക. ആ ശക്തിയുടെ കല്യാണമോ? അതെങ്ങനെ? അവരുടെ കണ്ണുകൾ കുറുകി. അവളുടെ കൂട്ടുകിടപ്പ് ഇവിടെയുള്ളവർ ഇന്നലെ രാത്രിയിൽ തന്നെ പൊക്കി. അതവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ വെല്ലിച്ചിൻ്റെ കൂടെ ഞങ്ങളും ഇങ്ങോട്ട് പോന്നതാ. അവൻ അവജ്ഞയോടെ പറഞ്ഞു. അവരിൽ നിറഞ്ഞ ആകാംക്ഷ കണ്ടപ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ച് വിനീഷ് കഥകൾ പറഞ്ഞുകൊടുത്തു. അവൻ അവളോടുള്ള പക വീട്ടാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. അവളെ അടിച്ചിറക്കാനുള്ളതിനു പകരം
കല്യാണം കഴിപ്പിക്കാൻ ആർക്കാടാ തലയ്ക്ക് ഓളമുള്ളത്, അതും ഇവിടുത്തെ ചെറുക്കനുമായി. അവരുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവളെ ആരെങ്കിലും കെട്ടുവോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, നേരായ രീതിയിൽ അവൾക്കൊരാലോചന നടക്കാതിരിക്കാൻ ഇക്കാലം അത്രയും ശ്രമിച്ചത് സനൂഷയ്ക്ക് വേണ്ടിയല്ലേ. സനൂഷ സിന്ധുവിൻ്റെ ഇളയ മകളാണ്, വിനീഷിൻ്റെയും സനീഷിൻ്റെയും അനിയത്തി. സനൂഷയുടെ കാര്യം കഴിഞ്ഞിട്ട് അവളുടെ നടന്നാൽ മതിയെന്ന് നമ്മൾ തീരുമാനിച്ചത് തന്നെ നമ്മുടെ കൊച്ചിന് കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടിയല്ലേ. അതിനിപ്പോൾ എന്താടാ പ്രശ്നം? നമ്മുടെ സനൂഷയ്ക്ക് കിട്ടുമെന്ന് കരുതി വെച്ച പണ്ടങ്ങളാണ് അവൾക്ക് പോകുന്നത്. ഏത്? ശോഭയുടെയോ? വല്യമ്മയുടെ മാത്രമല്ല, അച്ഛമ്മയുടെ കയ്യിലുള്ളതും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ വീട്ടുകാരോട് മുട്ടി നിൽക്കാൻ പറ്റുമോ? കാഴ്ചക്കാർക്ക് നാണക്കേട് വരാത്ത രീതിയിൽ അവളെ ഒരുക്കിയിറക്കും. എടാ കഴുതകളെ, എങ്ങനെയും മുടക്കാൻ നോക്കടാ. നിന്റെ ഒന്നും തന്തപ്പടി ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. സിന്ധു അരിശത്തോടെ മുരണ്ടു. അത് മുടക്കാനും അമ്മയുടെ അഭിപ്രായം പറയാനും വേണ്ടിയാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. വിനീഷും ദേഷ്യത്തോടെ മറുപടി നൽകി. ആ വീട്ടിൽ അന്ന് കയറിപ്പറ്റിയതിനാൽ കയറിക്കിടക്കാൻ ഒരു ഇടമുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ തന്നെ ടൗണിലെ സ്ഥലം വിറ്റതും അവളുടെ അമ്മയുടെ വീതത്തിലുള്ളതും കൂടി 50 ലക്ഷത്തിന് മുകളിൽ അവളുടെ പേരിലുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ സ്വർണങ്ങൾ. സിന്ധു അരിശത്തോടെ പറഞ്ഞു. എടാ, അവർക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ സനൂഷയെ ആലോചിക്കാമെന്ന് പറ. ചെറുക്കൻ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്? ഇതിന് കൊച്ചിന് 19 വയസ്സല്ലേ ഉള്ളൂ, അങ്ങേർക്ക് 30 മുകളിലുണ്ട്. അമ്മ ഭ്രാന്ത് പറയാതെ. സനീഷ് ദേഷ്യത്തിൽ അമ്മയെ നോക്കി ചോദിച്ചു. അവന് വിനീഷിന്റെ അത്ര ദേഷ്യം ശക്തിയോടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു നിന്നാൽ നമ്മൾ എന്നും ഇങ്ങനെ തന്നെ കിടക്കും. 19 വയസ്സ് അത്ര ചെറുതൊന്നുമല്ല, അവന്റെ പ്രായം അത്ര കൂടുതലുമല്ല. പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നേക്ക്. ഞങ്ങൾ ഇപ്പോഴും വെളിയിൽ നിൽക്കുന്നതിന്റെ കാര്യം അറിയുമോ? അവളെ അടിച്ചതിന്റെ പേരിൽ അകത്തേക്ക് കയറാൻ ഇവിടുത്തെ തള്ള സമ്മതിച്ചില്ല. അവരിപ്പോൾ ചർച്ച തുടങ്ങിക്കാണും. അച്ഛൻ പഴം വിഴുങ്ങി നിൽക്കും. അമ്മ ചെല്ലാൻ നോക്ക്. വിനീഷ് മൂപ്പിച്ചു വിട്ടു. പിന്നെ ഓടിച്ചെന്നേക്ക്. അമ്മയുടെ വാക്കാരും കേൾക്കാൻ പോകുന്നില്ല. വെറുതെ നാണം കെടാതെ പോകാൻ നോക്കമ്മേ. സനീഷ് എതിർപ്പ് പ്രകടിപ്പിച്ചു. അവനും കല്യാണം മുടക്കണമെന്നുള്ളത് സനൂഷയെ കരുതി മാത്രമായിരുന്നു. ഇല്ലെങ്കിൽ അവളെ കെട്ടിക്കാനുള്ള വക തൻ്റെ അധ്വാനത്തിൽ നിന്ന് കണ്ടെത്തേണ്ടേ? അത്ര വിശാലമായ മനസ്സൊന്നും അവനുണ്ടായിരുന്നില്ല. വിനീഷിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു ഡ്രൈവറായ അവന് കിട്ടുന്നതൊന്നും തികയാറില്ല. ചേട്ടനും അനിയനും കൂടി എരിവ് കയറ്റി അവരെ പറഞ്ഞയക്കാൻ നോക്കുകയാണെന്ന് അവർക്കും മനസ്സിലായില്ല. സഹോദരിയോടും കുടുംബത്തോടുമുള്ള സ്നേഹമല്ല, മറിച്ച് പെങ്ങളൊരു ബാധ്യതയെ വരാതെ ഇരിക്കാനുള്ള മുൻകരുതൽ മാത്രമാണെന്നറിയാതെ സിന്ധു രോഷത്തോടെ തിളച്ചു. അമ്മയ്ക്ക് മുടക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യണം. അച്ഛൻ്റെ സ്വത്തിന് അവളേക്കാൾ അവകാശം ഞങ്ങൾ മക്കൾക്കല്ലേ? അവളേക്കാൾ മുമ്പ് അച്ഛന് ജനിച്ചത് ഞാനല്ലേ? എന്നിട്ട് സ്വത്തുക്കൾ മുഴുവനും അവൾക്കും. അവളുടെ കയ്യിൽ നമുക്ക് അവകാശപ്പെട്ടതുണ്ട്, അത് വാങ്ങിയെടുക്കണം. അതിന് ഈ കല്യാണം മുടങ്ങണം. മൊത്തത്തിൽ അവളങ്ങനെ വിഴുങ്ങരുത്. അവളുടെ അക്കൗണ്ടിൽ ഇത്രയും കാശൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് നയത്തിന് നിൽക്കാൻ പറഞ്ഞതാ. അന്നത് കേട്ടില്ല. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ കൂടെയുണ്ടാകും. ബാക്കിയൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെയാകട്ടെ. ഗുണം എനിക്ക് മാത്രമല്ലല്ലോ. വിനീഷ് അവന്റെ ഭാഗം പറഞ്ഞു. സനീഷിന് അതിനോട് താല്പര്യമില്ല. അവൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിച്ചിരുന്നു. തറവാട്ടിൽ നിന്ന് തന്റെ വീതം വാങ്ങി തൻ്റെതായ ഒരു ജീവിതം, അതാണ് അവന്റെ സ്വപ്നം. അവിടെ ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചതുങ്ങൾക്ക് പരസ്പരമില്ലാത്ത സ്നേഹം അവരുടെ അച്ഛന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച പെൺകുട്ടിയോട് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ശക്തിയുടെ കാര്യത്തിലുണ്ടായ ആകുലത അവളിൽ വന്നു ചേർന്ന പണത്തെയും സ്വർണത്തെയും ചുറ്റിപ്പറ്റിയായിരുന്നു. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. എല്ലാം കൂടി അവളുടെ അണ്ണാക്കിൽ അടിച്ചു കയറ്റിയിട്ട് നമ്മളെ വിഡ്ഢിയാക്കി കഴിഞ്ഞവരാണ്. മണിയാലത്തെ തറവാട് മുന്നിൽ കണ്ട് തന്നെയാ ഇതുവരെ ജീവിച്ചത്. പക്ഷേ ഇപ്പോഴും നമ്മൾ അഭയാർത്ഥികളാണ്. നിന്റെയൊക്കെ മൂത്ത വല്യച്ഛൻ ബോംബെയിൽ തന്നെ സ്ഥിരതാമസമായതിനാൽ അയാളെ പേടിക്കേണ്ട. അടുത്തതിന് മക്കളുമില്ലെന്ന ആശ്വാസം ആ കാലത്തിപ്പെണ്ണ് കൊണ്ടുപോയി. ഒരു വിധത്തിലാണ് അവളെ അവിടെ നിന്ന് ഓടിക്കാൻ കഴിഞ്ഞത്, അതും ശോഭ മരിച്ച ശേഷം. ഞാൻ ഇതുവരെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിന്നിട്ട് എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവരുടെ പെട്ടിയിലിരിക്കുന്ന ആഭരണം കൊച്ചു കൊതിയോടെ ചോദിച്ചിട്ട് പോലും നിന്റെയൊക്കെ അപ്പൻ്റെ തള്ള കൊടുത്തിട്ടില്ല. അവര് ചത്തു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ കയ്യിൽ വരുമെന്നാണ് കരുതിയത്. അതെല്ലാം ഈ വിധത്തിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. കൊതി തീരെ ഇടാത്തത് കൊണ്ടാണോ അതോ സ്ത്രീകൾ സ്വർണത്തോട് ആർത്തി കാണിക്കണമെന്ന അലിഖിത നിയമം കൊണ്ടോ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളതൊക്കെ തനിക്ക് വേണമെന്ന ഭാവം പണ്ടേ സിന്ധുവിനുണ്ട്. ഒരർത്ഥത്തിൽ വാടക വീട്ടിൽ നിന്ന് മണിയാലത്തേക്ക് കയറി കൂടിയത് തന്നെ അവരുടെ മിടുക്കാണ്. അവർ ചെല്ലുമ്പോൾ ലളിതയും ജയനും മണിയാലത്തമ്മയും വിജയനും വിമലും ഒരു ഭാഗത്ത് കൂടിയിരുന്ന ചർച്ചയാണ്. ഇവളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? സിന്ധുവിനെ കണ്ട് ഇഷ്ടപ്പെടാത്തതുപോലെ മണിയാലത്തമ്മ വിമലിനെ നോക്കി.
അയാൾ അറിയില്ലെന്നതുപോലെ കൈമലർത്തിയെങ്കിലും സിന്ധു വന്ന വഴി മനസ്സിലായിരുന്നു. ഞാൻ ഇത്തിരി വൈകിപ്പോയി. അമ്മ പോരുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. എന്തിന്? മണിയാലത്തമ്മയുടെ ശബ്ദം കടുത്തു. സിന്ധു അതൊന്നും ശ്രദ്ധിക്കാതെ സ്നേഹമുള്ളൊരു മരുമകളും ഭാര്യയുമായി ചമഞ്ഞു. ശക്തി മണിയാലത്തെ കുട്ടിയല്ലേ, വിമലേട്ടന്റെ രക്തം. എത്രയൊക്കെയാണേലും അവൾ ഈ കാണിച്ചു വെച്ച കാര്യത്തിന്റെ വിഴുപ്പ് എൻ്റെ മോളും ചുമക്കേണ്ടി വരില്ലേ? മണിയാലത്തമ്മ അവരെ ശ്രദ്ധിക്കാൻ പോയില്ല. ജയ, നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അവൾക്കുള്ളതൊക്കെ മുമ്പേ കൊടുത്തിട്ടുണ്ടല്ലോ. ജയശ്രീയുടെ സ്വർണം അങ്ങനെ തന്നെയുണ്ട് ജയ. 2 വീട്ടുകാരും കൂടി അവളുടെ പേരിൽ ഇട്ടതിൽ ഒരു 60 ലക്ഷം രൂപ അവൾ പിൻവലിച്ചിട്ട് ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. വിനയൻ തനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു. ഫ്ലാറ്റോ? അതും 60 ലക്ഷത്തിന്റെ? സിന്ധുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉള്ളതൊക്കെ അവൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെയും കൊച്ചുമക്കളുണ്ടെന്ന് മറന്നുപോയെന്ന് ചോദിക്കും വിമലേട്ടാ. പകമുറ്റിയ ശബ്ദത്തിൽ സിന്ധു അയാളോട് മുരണ്ടു. സിന്ധു, നിന്റെ ശബ്ദം ഇവിടെ ഉയരരുത്. പിന്നെ ഞങ്ങൾ ശക്തിക്ക് കൊടുത്തതിന്റെ കണക്ക് നീ നോക്കേണ്ട. നേരായ മാർഗത്തിലുണ്ടായ മക്കൾക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അതിനെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല. മണിയാലത്തമ്മയുടെ വാക്കുകൾ കേട്ട് സിന്ധുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്നെ ഒഴിവാക്കി ഒരുത്തിയെ കൊണ്ട് നിങ്ങൾ വായിച്ചിട്ട് എന്തായി? അവൾ അന്നേ പോയില്ലേ? അവളും ഒരുത്തനെ കെട്ടി 2 പെറ്റല്ലോ. അതിനെ നിങ്ങൾ ഏതു മാർഗമാണെന്ന് പറയും? ലളിതയ്ക്കും ജയനും രക്തം തിളച്ചു. തങ്ങളുടെ മകൾ ഒരു കാലത്ത് കണ്ണുനീരിൽ മുങ്ങി ചത്ത് ജീവിച്ചതിന് കാരണക്കാരിയായവൾ ഇന്നും നാണമില്ലാതെ പ്രസംഗിക്കുന്നത് കണ്ട് ലളിത കാർക്കിച്ചു തുപ്പുന്നത് പോലെ കാണിച്ചു. സിന്ധുവിന് അത് തന്റെ മുഖത്തേക്ക് പതിഞ്ഞതുപോലെയാണ് തോന്നിയത്. എൻ്റെ മകൾ 2 തവണ കല്യാണം കഴിച്ചെങ്കിൽ 2ഉം മാന്യമായിട്ട് നാടും വീടും അറിഞ്ഞു തന്നെയാണ് കെട്ടിച്ചത്. ഇന്നിപ്പോ നിന്റെ ഭർത്താവ് അവന്റെ ആദ്യ ഭാര്യയെ നഷ്ടപ്പെടുത്തിയതോർത്ത് വിഷമിക്കുന്നുണ്ടാവും. അത്രയ്ക്കുണ്ടല്ലോ നീയൊക്കെ ഇവന് കൊടുക്കുന്ന അനുഭവം. നീ പുഴുത്തേച്ചാകൂ വിമലെ. നെഞ്ചു പൊട്ടിയുള്ള എൻ്റെ പ്രാക്ക് നിനക്ക് ഏൽക്കാതെ പോകില്ല. അവർ കണ്ണീരോടെ വിമലിനെ നോക്കി ശപിച്ചു. ഇവിടെ കൂടിയത് ശക്തിയുടെ കാര്യം പറയാനാണ്. മറ്റുള്ള തർക്കങ്ങൾക്ക് വേറെ സമയം കണ്ടെത്താം. ജയ, നീ നിന്റെ അമ്മയോട് സംസാരിക്കേ. വിനയൻ ഇടയ്ക്ക് കയറി. എന്ത് സംസാരിക്കാൻ? ഇനിയൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. ജയശ്രീയുടെ 10-65 പവനില്ലേ? മാർക്കറ്റ് വില വെച്ച് നോക്കിയാൽ ഭീമമായ ഒരു തുക വരും. പിന്നെ ബാങ്കിലും കാണില്ലേ? ജയ, നിങ്ങളൊന്നും ബുദ്ധിമുട്ടി അവൾക്ക് കൊടുക്കേണ്ട. അവൾക്കുള്ളതൊക്കെ ഉണ്ടല്ലോ. മണിയാലത്തമ്മ ഇടയ്ക്ക് കയറി. അതുതന്നെ, ശോഭയുടെ കൂടി സ്വർണം വരുമ്പോൾ 100 പവനിലും മുകളിലുണ്ടാവും. വിനയൻ പറയുന്നത് കേട്ട് സിന്ധുവിന്റെ കണ്ണ് തള്ളി. എല്ലാം കൂടി അവൾക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൊച്ചിനൊന്നുമില്ലേ? സിന്ധുവിന് പിന്നെയും ചോദിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. എത്രയൊക്കെയാണേലും കൊച്ചുമകളോട് മുഖം തിരിക്കാൻ മണിയാലത്തമ്മയ്ക്കും കഴിഞ്ഞില്ല. അതിനേക്കാൾ നാളത്തുള്ളി വെള്ളം തരേണ്ടത് സിന്ധുവാണെന്ന ചിന്തയും ഉണ്ടായിരുന്നു. നെയ, ശോഭയുടെ സ്വർണം സനൂഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്ക്. അവൾക്കായി ഒന്നുമില്ലല്ലോ. 2-3 കൊല്ലം കഴിഞ്ഞാൽ അവളെയും കെട്ടിച്ചു വിടേണ്ടേ? വിമലിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ശോഭയുടെ പൊന്ന് ശക്തിക്കുള്ളതാണ്. അതിലൊരു മാറ്റവുമില്ല. എൻ്റെ ശോഭ ആഭരണം പോലും വിൽക്കാൻ സമ്മതിക്കാഞ്ഞത് ശക്തിയെ കരുതിയിട്ടാണ്. എൻ്റെ വീതം വിറ്റ് ഞാനത് തിരിച്ചെടുത്തതും അതിനാണ്. വിനയൻ കടുപ്പിച്ചു പറഞ്ഞു. സനൂഷയും നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് വിനയ. ശക്തി നമ്മുടെ വീട്ടിലെ കുട്ടിയായിരുന്നല്ലോ. അവളോട് സ്നേഹം കാണിച്ചിരുന്നില്ലെങ്കിലും ചെറിയൊരു പരിഗണന നൽകാമായിരുന്നില്ലേ? ജനിപ്പിച്ച അച്ഛനില്ലാത്ത പരിഗണന മറ്റൊരു സ്ത്രീക്കുണ്ടാവില്ലല്ലോ. തടിമിടുക്കുള്ള 2 സഹോദരന്മാരും തൻ്റെടിയ ഒരമ്മയും ഉള്ളപ്പോൾ അവൾക്കൊരു കാര്യത്തിലും ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ശക്തി അങ്ങനെയല്ല. സ്വന്തമെന്ന് പറഞ്ഞു നിർത്താൻ പോലും അവൾക്കാരുമില്ല. അവൾ ആരോടും ഒന്നും ആവശ്യപ്പെടാറുമില്ല. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കൂടി ഒഴിവാക്കി വിട്ടത്? ഇന്നിങ്ങനെ ഒരവസ്ഥയിൽ അവൾ നിന്നെങ്കിൽ അതിന് കാരണവും നമ്മൾ ഓരോരുത്തരുമാണ്. ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം അവൾക്ക് നൽകിയിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ആകില്ലായിരുന്നു. എൻ്റെ ശോഭ പോയപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞതും അവൾ മാത്രമാണ്. മറ്റെല്ലാവർക്കും അസുഖക്കാരി ഒഴിഞ്ഞു പോയതിൻ്റെ സമാധാനമായിരുന്നു. എനിക്കോ ശോഭയ്ക്കോ ഉള്ള ഒരു തരി മണ്ണിൽ പോലും ഇവനോ ഇവൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അവകാശം കൊടുക്കില്ല ഞാൻ. അതാര് പറഞ്ഞാലും ശരി. വിനയൻ പറയുന്നത് കേട്ട് വിമലിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എങ്കിലും അയാൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ധൈര്യമില്ലായ്മയായിരുന്നല്ലോ അയാളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. പ്രതീക്ഷ വെച്ചിരുന്ന സ്വർണത്തിന് പിന്നാലെ ആ വീടും നഷ്ടപ്പെടുമോ എന്നുള്ള ആദി സിന്ധുവിൽ നിറഞ്ഞു. ഒടുവിൽ വിനയൻ സ്വർണം എടുക്കാൻ ബാങ്കിലേക്ക് തിരിച്ചു. എങ്ങനെ മുടക്കുമെന്നറിയാതെ നട്ടം തിരിഞ്ഞ സിന്ധുവിന് മുമ്പിലേക്കാണ് അല്ലു വന്നു നിന്നത്. പഴയ പരിചയത്തിൽ ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ തിളങ്ങി. തുടരും.